Network News is brought to you in association with Kalarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Pioneer, since 1938. Pavan Golden Diamond, Gold, Diamond, Silver and Birthstone. Malabar Golden Diamonds. Celebrate the beauty of life. Juju Golden Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2025 ഭാഗമായി നടന്ന ഗണിതശാസ്ത്ര മേള മത്സരങ്ങൾ അറിവിന്റെയും നിർമ്മാണ വൈദഗ്ധ്യത്തിന്റെയും സംഗമവേദിയായി. പയ്യന്നൂർ ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വേദിയായ മേളയിൽ നിരവധി പ്രതിഭകളാണ് തങ്ങളുടെ കഴിവും ബുദ്ധിശക്തിയും കൊണ്ട് മാറ്റുരച്ചത്. പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവം 2025 ഭാഗമായിട്ടുള്ള ഗണിതശാസ്ത്രമേളയാണ് ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് ഇന്ന് നടക്കുന്നത്. 2 ദിവസങ്ങളിലായി നടക്കുന്ന മേളയുടെ 2ാം ദിനമാണ് ഇന്ന് വൈകുന്നേരത്തോടെ മേള സമാപിക്കും. ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് നിരവധിയായിട്ടുള്ള വിദ്യാർത്ഥികളാണ് ശാസ്ത്രമേളയുടെ ഭാഗമായി ഇന്നിവിടെ എത്തിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള ജാമിതീയ രൂപങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വ്യത്യസ്തങ്ങളായ നിർമ്മിതികൾ സൂക്ഷ്മതയോടെ അവർ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂട്ടലും കുറയ്ക്കലും ജാമിതീയ രൂപങ്ങൾ കൊണ്ടുള്ള നിർമ്മിതികളും ഗണിത മാജിക്കുകളും പ്രദർശനങ്ങളും മുതൽ ആധുനിക കമ്പ്യൂട്ടേഷൻ വരെ വ്യത്യസ്തമായ ശാസ്ത്രത്തിന്റെയും കണക്കുകളുടെയും അത്ഭുത ലോകം വിശാലമാക്കുന്ന നിമിഷങ്ങളാണ് പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിലെ ഗണിതശാസ്ത്രമേളയിൽ കാണാൻ സാധിച്ചത്. ത്രികോണവും വൃത്തവുമെല്ലാം കണക്കിനുമപ്പുറത്തേക്ക് കളികളും നിർമ്മിതികളുമായി തീരുകയാണ് ഇവിടെ. കളിയും പഠനവും ഒന്നുചേർന്ന ഗണിതശാസ്ത്രമേള അറിവിന്റെ പൊൻതിരിനാളമായി മാറി. കുട്ടികൾക്കിടയിലെ ശാസ്ത്രബോധം വളർത്തിയെടുക്കുന്നതിനുള്ള ഒരു വേദിയായി ഈ ശാസ്ത്രോത്സവം മാറിയിരിക്കുകയാണ്. ക്യാമറാമാൻ പവിത്രൻ കണ്ടത്തിനൊപ്പം ആശാ KV, നെറ്റ്വർക്ക് ന്യൂസ്. കണക്കിലെ കുരുക്കിന് പുറമെ റോഡിലെ കുഴിയും. പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിനെത്തിയ കുട്ടികൾക്കും അധ്യാപകർക്കും അസൗകര്യമായി റോഡിലെ കുഴി. ഉപജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും അധ്യാപകരും ശ്രമകരമായാണ് ഇതുവഴി സ്കൂളിലെത്തിയത്. പയ്യന്നൂർ ഉപജില്ല കേരള സ്കൂൾ ശാസ്ത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ഗണിതശാസ്ത്രമേള നടക്കുന്ന പയ്യന്നൂർ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മുന്നിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ സ്കൂളിന്റെ മെയിൻ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് പോകാനായി ചെറിയൊരു പോർഷൻ മെയിൻ ഗേറ്റിന്റെ അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. ഈ മെയിൻ ഗേറ്റ് അടച്ചിടാനുള്ള ഒരു കാരണം
ശാസ്ത്രത്തെ പ്രോത്സാഹിപ്പിക്കാൻ ഒരുങ്ങുന്ന നഗരത്തിന് റോഡിലെ കുഴിയില്ലാതാക്കാൻ താൽപര്യം കാണിക്കേണ്ടതുണ്ട്. നിലവിൽ കുട്ടികൾക്ക് ഗണിതശാസ്ത്രമേളക്ക് നിർമ്മിക്കാൻ ആവശ്യമായ വസ്തുക്കളൊക്കെ കൊണ്ട് ഈ ഒരു ചെറിയ പോർഷനിലൂടെ പോകേണ്ട സാഹചര്യമാണുള്ളത്. അത്രയും വലിയ അസൗകര്യമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. പൊക്കത്തിൽ ചെറുതായാലും സ്വപ്നങ്ങൾക്ക് അളവില്ല എന്ന് തെളിയിച്ച ഒരാളുണ്ട് പയ്യന്നൂരിൽ. തന്റെ ജീവിതത്തിൽ ആത്മവിശ്വാസത്തോടെ മുന്നേറുകയാണ് പയ്യന്നൂരിലെ നന്ദൻ മണിയറ എന്ന ഈ ചെറിയ മനുഷ്യൻ. പൊക്കമില്ലായ്മയാണ് എൻ്റെ പൊക്കം എന്ന് പറഞ്ഞ കുഞ്ഞുണ്ണി മാഷിൻ്റെ നാടാണ് കേരളം. ഇതിവിടെ പറയാൻ കാരണം മറ്റൊന്നുമല്ല, 44 വർഷമായിട്ട് നടന്ന് ജോലി ചെയ്യുന്ന ഒരു മനുഷ്യനുണ്ട് പയ്യന്നൂരിൽ. പയ്യന്നൂരുകാരുടെ സ്വന്തം നന്ദേട്ടൻ. പൊക്കക്കുറവ് ആത്മാഭിമാനമായി എടുത്ത് ആത്മവിശ്വാസത്തോടെ ജോലി ചെയ്യുന്ന നന്ദൻ മണിയറ. എത്ര കാലമായി ഇതുപോലെ നടക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 1981 ഡിസംബർ 28-നാണ് ഞാൻ ബാങ്കിൽ ജോയിൻ ചെയ്തത്. അന്ന് നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കാണ്. അത് 2008 ആണ് കേരള ഗ്രാമീൺ ബാങ്ക് ആയത്. അതുവരെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്കാണ്. ബ്രാഞ്ച് ഇവിടെ കാനായി ആയിരുന്നു. 14 വർഷത്തോളം കാനായിയാണ് ബ്രാഞ്ചിലുണ്ടായത്. അത് പയ്യന്നൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. 95 പയ്യന്നൂരേക്ക് ഷിഫ്റ്റ് ചെയ്തു. മൊത്തം ഇപ്പോൾ ഒരു 44 വർഷമായി നടക്കാൻ തുടങ്ങി. ഏട്ടൻ്റെ ജീവിത കഥ പറയാനെങ്കിൽ എങ്ങനെയാണ് വിശദീകരിക്കുന്നത്? ജീവിത കഥ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് പ്രായത്തിന് ശേഷമാണ് ഞാൻ നടക്കാൻ തന്നെ തുടങ്ങിയത്. ആരോഗ്യം വളരെ മോശമായതുകൊണ്ടും നടക്കാനുള്ള ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നതുകൊണ്ടും കുറച്ച് കഴിഞ്ഞാണ്, ഒരു 3-4 വയസ്സ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ നടക്കാൻ തുടങ്ങിയത്. അതിനുശേഷം ഞാൻ ഇങ്ങനൊരു ഫീൽഡ് വർക്ക് ചെയ്യുന്നില്ല ഒരു വിശ്വാസവും വീട്ടുകാർക്കോ ആർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇവിടെ കാനായി ഗ്രാമീൺ ബാങ്ക് വരുന്ന സമയത്ത് ഞാനവിടെ മാനേജറെ കണ്ട് അപേക്ഷ കൊടുത്ത് എനിക്ക് അത് ശരിയാക്കി തരികയാണ് ചെയ്തത്. പലതരത്തിലുള്ള അവഗണനകളും ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ടാകും. അതിനെങ്ങനെയാണ് ഓവർകം ചെയ്തത്? തീർച്ചയായും വളരെയധികം കമൻറ്റുകളും, അല്ലെങ്കിൽ ഇതിനിടെ തന്നെ ഒരു കമൻറ്റ് കേട്ടിരുന്നു. അത് പിന്നെ അതുപോലെ പലതരത്തിലും എന്നെ വളരെയധികം ഇത് ചെയ്യലുണ്ട്. പിന്നെ അതൊന്നും ഞാൻ അത്ര വലിയ മൈൻഡ് ചെയ്യാതെ ജനനം മുതൽ തന്നെ ശാരീരിക വൈകല്യങ്ങളോട് പോരാടി മുന്നോട്ട് വന്ന വ്യക്തിയാണ് നന്ദൻ മണിയറ. ഉയരത്തിൽ ചെറുതാണെങ്കിലും ജീവിത വീക്ഷണത്തിൽ ഉയരത്തിലാണ് അദ്ദേഹം. കേരള ഗ്രാമീൺ ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചിലാണ് ജോലി ചെയ്യുന്നത്. ഡെയിലി ഡെപ്പോസിറ്റ് ഏജന്റായിട്ടാണ് ജോലി ചെയ്യുന്നത്. 1995 മുതൽ 2025 വരെ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, മഹാദേവ ഗ്രാമം, പയ്യന്നൂർ പഴയ ബസ് സ്റ്റാൻഡ്, പുതിയ ബസ് സ്റ്റാൻഡ്, പെരുമ്പ, തെക്കേ ബസാർ, വടക്കേ ബസാർ, സുരഭി നഗർ തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടന്നാണ് ജോലിക്ക് വരുന്നത്. അദ്ദേഹം ഇപ്പോഴും നടക്കുന്നു. പാത നീളുന്നു, കാലുകൾ തളരുന്നില്ല. ആകാശം കാണാനായി ഉയർന്ന കണ്ണുകളുള്ള ഒരു പൊക്കം കുറഞ്ഞ മനുഷ്യൻ, പക്ഷേ അതിനേക്കാൾ ഉയർന്ന സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുന്നവൻ. ആത്മവിശ്വാസവും ഉറച്ച മനസ്സുമുണ്ടെങ്കിൽ ഏത് ശാരീരിക വൈകല്യത്തെയും മറികടക്കാമെന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ് നന്ദേട്ടൻ. ക്യാമറമാൻ സുമേഷിനൊപ്പം അഞ്ജലി ലക്ഷ്മണൻ, നെറ്റ്വർക്ക് ന്യൂസ്. കേരള ഖാദി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനത്തിന്റെ ഭാഗമായി ഖാദി ഓഫീസുകളിലേക്ക് മാർച്ച് നടത്തി. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് നടന്ന മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു.
കേരള ഖാദി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ അവകാശ ദിനത്തിന്റെ ഭാഗമായി ഖാദി ഓഫീസുകളിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്കും ഫർക്ക ഗ്രാമോദയ ഖാദി കേന്ദ്രം എന്നിവിടങ്ങളിലേക്കും നടന്ന മാർച്ച് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നിന്നും ആരംഭിച്ചു. പയ്യന്നൂർ ഖാദി കേന്ദ്രത്തിലേക്ക് നടന്ന മാർച്ച് സംസ്ഥാന ജനറൽ സെക്രട്ടറി സി കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. എല്ലാ ജില്ലകളിലും കാസർഗോഡ് ജില്ലയിൽ പ്രൊജക്ട് ഓഫീസിന് മുമ്പിലാണ് ഈ സമരം നടക്കുന്നത്. കോഴിക്കോടും മലപ്പുറത്തും ഇത്തവണ ആദ്യമായി വയനാടിലും ഇടുക്കിയിലും ഖാദി തൊഴിലാളികളുടെ സമരം നടക്കുന്നുണ്ട്. നേരത്തെ അവരുണ്ടായിരുന്നില്ല. ഇപ്പോൾ അവരെല്ലാം നമ്മുടെ സംഘടനയുടെ ഭാഗമായി മാറിക്കൊണ്ട് അവിടെ. ഇപ്പോൾ സംസ്ഥാനത്തെ 14 ജില്ലകളിലും നിരവധി കേന്ദ്രങ്ങളിൽ ഖാദി തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിൻ്റെ ഭാഗമായി ഈ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. ഈ പരിപാടി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഖാദി മേഖലയിലെ അടിസ്ഥാനപരമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണം എന്നാവശ്യപ്പെട്ടുള്ള സമരം. സി സതി അധ്യക്ഷത വഹിച്ചു. കെ സുശീല, കുഞ്ഞമ്പു എന്നിവർ സംസാരിച്ചു. ഫർക്ക ഗ്രാമോദയ ഖാദി കേന്ദ്രത്തിലേക്ക് നടന്ന മാർച്ച് കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ സത്യഭാമ ഉദ്ഘാടനം ചെയ്തു. ടി പി രാജൻ അധ്യക്ഷത വഹിച്ചു. കെ വി ശാന്ത, ഉഷ കെ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ പഴയ പാർക്ക് നവീകരിച്ച് ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങി. 45 ലക്ഷം രൂപ ചിലവിലാണ് പദ്ധതി നടപ്പിലാക്കിയത്. ഒക്ടോബർ 17 രാവിലെ 9:30 എം വിജിൻ MLA ടേക്ക് എ ബ്രേക്ക് ഉദ്ഘാടനം ചെയ്യും. കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ടേക്ക് എ ബ്രേക്ക് ഒരുങ്ങി. നഗരസഞ്ചയിക ഫണ്ട് ഉപയോഗിച്ച് 45 ലക്ഷം രൂപയാണ് സർക്കാർ പഞ്ചായത്തിന് അനുവദിച്ചത്. ഈ തുക ഉപയോഗിച്ചാണ് പദ്ധതി പൂർത്തീകരിച്ചത്. വിവിധ പ്രദേശങ്ങളിൽ നിന്നും എത്തിച്ചേരുന്നവർക്ക് പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനും ഫ്രഷ് ആകുന്നതിനുമുള്ള സംവിധാനമാണ് ഇതിന്റെ ഭാഗമായി ഒരുക്കിയത്. പ്രത്യേക ടോയ്ലറ്റ് ബ്ലോക്ക്, ടീ കിയോസ്ക് എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കും. ചികിത്സ തേടി മെഡിക്കൽ കോളേജിലെത്തുന്നവർക്കും യാത്രക്കാർക്കും ഈ പദ്ധതി വളരെയേറെ സഹായകരമാകുമെന്ന് കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി സുലജ പറഞ്ഞു. കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് കണ്ണൂർ മുനിസിപ്പൽ കോർപ്പറേഷൻ്റെ നഗര സഞ്ചയിക ഫണ്ടിൽ നിന്നും ലഭിച്ചിട്ടുള്ള 45 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് കണ്ണൂർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോമ്പൗണ്ടിൽ നിർമ്മിച്ചിട്ടുള്ള ടേക്ക് എ ബ്രേക്ക് വഴിയോര വിശ്രമ കേന്ദ്രത്തിൻ്റെ ഉദ്ഘാടനം ഈ വരുന്ന 17-ാം തീയതി ബഹുമാന്യായ കല്യാശ്ശേരി നിയോജക മണ്ഡലം MLA ശ്രീ എം വിജിൻ നിർവഹിക്കുകയാണ്. രാവിലെ 10 മണിക്കാണ് ഉദ്ഘാടനം നിശ്ചയിച്ചിട്ടുള്ളത്. ഗ്രാമപഞ്ചായത്ത് 2021 പ്രസ്തുത പദ്ധതിയുടെ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത്. പദ്ധതി ആരംഭിച്ചു കഴിഞ്ഞെങ്കിലും നിരവധിയായിട്ടുള്ള സാങ്കേതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം കുറച്ച് നീണ്ടുപോകുകയുണ്ടായി. ഏതായാലും അതിനൊരു പരിസമാപ്തി എന്ന നിലയിലാണ് ഈ വരുന്ന 17-ാം തീയതി അതിൻ്റെ ഉദ്ഘാടനം നടക്കുന്നത്. പ്രധാന കേന്ദ്രങ്ങളിൽ ശുചിമുറികൾ ഒരുക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ ഭാഗമായാണ് പരിയാരത്ത് ടേക്ക് എ ബ്രേക്ക് ഒരുക്കാൻ തീരുമാനിച്ചത്. ഒക്ടോബർ 17 വെള്ളിയാഴ്ച രാവിലെ 9:30 എം വിജിൻ MLA ഉദ്ഘാടനം ചെയ്യും. മുൻ MLA ടി വി രാജേഷ് മുഖ്യാതിഥിയാകും. കുടുംബശ്രീക്കാണ് ഇതിന്റെ നടത്തിപ്പ് ചുമതല. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. മത്സ്യവാഹനങ്ങളിൽ നിന്ന് ഒഴുകുന്ന മലിനജലം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരുപോലെ ദുരിതമാകുന്നു. കരിവള്ളൂർ പാലക്കുന്നിലെ ഓവുചാലിലാണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. മത്സ്യവാഹനങ്ങളിൽ നിന്നൊഴുകുന്ന മലിനജലം നാട്ടുകാർക്കും യാത്രക്കാർക്കും ഒരേപോലെ ദുരിതമാകുന്നു. കരിവള്ളൂർ പാലക്കുന്നിലെ ഓവുചാലിലാണ് മലിനജലം കെട്ടിക്കിടന്ന് ദുർഗന്ധം വമിക്കുന്നത്. അടിപ്പാതയുടെ മുകൾ ഭാഗത്ത് നിർത്തിയിട്ട വാഹനത്തിൽ നിന്നും ഒഴുകിയെത്തുന്ന മലിനജലമാണ് സർവീസ് റോഡിലെ ഓവുചാലിൽ കെട്ടിക്കിടന്ന് പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുരിതം സൃഷ്ടിക്കുന്നത്. മൂടാതെ കിടക്കുന്ന ഓവുചാലിനെ കുറിച്ച് നേരത്തെയും നെറ്റ്വർക്ക് ചാനൽ വാർത്ത നൽകിയിരുന്നു. കെട്ടിക്കിടക്കുന്ന വെള്ളം കൊതുകു വളർത്ത കേന്ദ്രം കൂടിയാണ്. രാത്രികാലങ്ങളിൽ മത്സ്യവണ്ടിയിൽ നിന്നും മലിനജലം ഒഴുക്കിവിടുന്നത് പതിവ് കാഴ്ചയാകുമ്പോൾ അധികൃതർ തികഞ്ഞ നിസ്സംഗത പുലർത്തുകയാണ്. മീൻ വണ്ടി വരികയും പിന്നെ റോഡിൽ പാർക്ക് ചെയ്തിട്ട് ഒരു 10 മീറ്റർ ദൂരത്ത് വെച്ചിട്ട് ഓഴ്സിൽ കൂടി വെള്ളം കഴിച്ചു വിടുകയും ആ വെള്ളം പിന്നെ ഓവുചാലിൽ വന്നിട്ട് ഇവിടെ പണി പൂർത്തീകരിക്കാത്ത ഒരു സ്ഥലമുണ്ട്, അതിലേക്ക് വെള്ളം തന്നെ നിറയുകയും ചെയ്തത്. അതുകൊണ്ട് ഭയങ്കര സ്മെല്ല് കൊണ്ട് ഇതിൻ്റെ അകത്ത് നിൽക്കാനും ഒന്നും കഴിയാത്ത സ്ഥിതിയാണ്. അതുപോലെ തന്നെ ഒരു ഹോട്ടലുണ്ട്, ഹോട്ടലുകാർക്കും വളരെ വിഷമം. ഇങ്ങനെയുള്ള ഒരു സ്ഥിതിയാണ് ഇതിൻ്റെ. ഇതാരും ശ്രദ്ധിക്കപ്പെടുന്നില്ല.
അതുകൊണ്ട് ഈ കൽവട്ടൊന്ന് ഈ ഓവുചാലൊന്ന് മുട്ടിച്ച് അത് പണി പൂർത്തീകരിച്ചാൽ ഈ പ്രയാസങ്ങളിലൊക്കെ മാറുമെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അത് അടിയന്തരമായിട്ട് നെറ്റിൻ്റെ ആൾ അടിയന്തരമായി ഈ ഇടപെടി ഈ പരിഹാരം കണ്ടെത്തണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പയ്യന്നൂർ ക്ലസ്റ്റർ ജീവിതോത്സവം കാർണിവൽ സമാപനം മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. കേരള പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി നാഷണൽ സർവീസ് സ്കീം പയ്യന്നൂർ ക്ലസ്റ്റർ ജീവിതോത്സവം കാർണിവൽ സമാപനം മാതമംഗലം CP നാരായണൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. എരമംകുറ്റൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലുള്ള മൊബൈൽ ഉൾപ്പെടെയുള്ള രോഗം എന്നതിന് പറയാൻ പറ്റില്ലെങ്കിലും അതിനോടുള്ള ആസക്തി, അതിൻ്റെ ഒരു അഡിക്റ്റാവുക, വിധേയപ്പെടുക എന്നുള്ള ഒരു സംഭവവികാസത്തെ ശരിയാമണ്ണം നോക്കിക്കണ്ടും അതിനാധാരമായ വിഷയങ്ങളെ മനസ്സിലാക്കിയും അതിനെ മുറിച്ചു കടക്കാനുള്ള വിദ്യാഭ്യാസമാണ് നമ്മളിപ്പോൾ നേടിയിട്ടുള്ളത്. എല്ലാ രാജ്യങ്ങളുടെയും പുരോഗമനങ്ങളിൽ, ഉന്നതികളിൽ, അതിൻ്റെ മുമ്പോട്ടുള്ള പ്രയാണത്തിൽ ഏറ്റവും അധികം ജീവിതമാണ് ലഹരി എന്ന സന്ദേശം കുട്ടികളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ 21 ദിവസത്തെ ചാലഞ്ചുകളിലൂടെ കഴിഞ്ഞിട്ടുണ്ടെന്ന് പ്രസിഡന്റ് പറഞ്ഞു. ചടങ്ങിൽ PTA പ്രസിഡന്റ് KP വിജയൻ അധ്യക്ഷത വഹിച്ചു. NSS പയ്യന്നൂർ ക്ലസ്റ്റർ കൺവീനർ സിന്ധു പടോളി മുഖ്യാതിഥിയായി. പ്രിൻസിപ്പൽ F യൂജിൻ, ഡോക്ടർ OC കൃഷ്ണൻ മാസ്റ്റർ, NV ജിഷ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. കുഞ്ഞിമംഗലം പഞ്ചായത്തിലെ കണ്ടൽക്കാടുകൾ സംരക്ഷിക്കാൻ ഫലപ്രദമായ നടപടി വേണമെന്ന് ഹൈക്കോടതി ഉത്തരവ്. ചീഫ് ജസ്റ്റിസ് നിതിൻ ജംദാർ, ജസ്റ്റിസ് ബസന്ത് ബാലാജി എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചാണ് കേരളത്തിലെ കണ്ടൽക്കാടുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും സംരക്ഷണത്തിന് പുതിയ നാഴികക്കല്ലാവുന്ന സുപ്രധാന വിധി പ്രഖ്യാപിച്ചത്. വിധി പ്രഖ്യാപിച്ച ഒക്ടോബർ 13 മുതൽ 3 മാസത്തിനകം അവിടെ നിക്ഷേപിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കമുള്ള കെട്ടിടാവശിഷ്ടങ്ങളും മണ്ണും നീക്കം ചെയ്യേണ്ടതാണെന്നും നശിപ്പിക്കപ്പെട്ട ഓരോ കണ്ടൽ ചെടിക്കും പകരം ഏറ്റവും ചുരുങ്ങിയത് 3 എണ്ണമെങ്കിലും വെച്ചുപിടിപ്പിച്ച് പരിപാലിക്കണമെന്നും ഹൈക്കോടതി ഉത്തരവിട്ടു. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടലുകളുള്ള കുഞ്ഞിമംഗലത്തിന്റെ സവിശേഷ പ്രാധാന്യം പരിഗണിച്ച് കുഞ്ഞിമംഗലത്തെ കണ്ടൽക്കാടുകളുടെയും ആവാസ വ്യവസ്ഥകളുടെയും സംരക്ഷണത്തിനായി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ തഹസിൽദാർ, ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ, റേഞ്ച് എൻവയോൺമെന്റൽ എഞ്ചിനീയർ എന്നിവരെ ഉൾപ്പെടുത്തി 3-അംഗ സമിതി രൂപീകരിക്കണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചു. പതിവ് സ്ഥലപരിശോധനകൾ കൂടാതെ പൊതുജനങ്ങൾക്ക് നിയമലംഘനങ്ങൾ റിപ്പോർട്ട് ചെയ്യാൻ ഫോൺ, ഇമെയിൽ, സോഷ്യൽ മീഡിയ തുടങ്ങിയ മാർഗങ്ങൾ ഒരുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കണ്ടൽക്കാടുകൾ നശിപ്പിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളെക്കുറിച്ച് പരാതി ലഭിച്ചിട്ടും ബന്ധപ്പെട്ടവർ ഫലപ്രദമായ ഇടപെടൽ നടത്തിയില്ലെന്നും കോടതി കുറ്റപ്പെടുത്തി. പ്രദേശവാസിയായ PP രാജനാണ് കണ്ടൽക്കാടുകൾ നശിപ്പിക്കുന്നതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. 76-ാം വയസ്സിലും പാഴ്വസ്തുക്കൾ കൊണ്ട് വിസ്മയങ്ങൾ തീർക്കുകയാണ് ഏറ്റുകൊടുക്ക ശ്രേയസിൽ താമസിക്കുന്ന കൈപ്രത്ത് വിജയൻ മാസ്റ്റർ. വിജയൻ മാസ്റ്റർ സൃഷ്ടിക്കുന്ന ശില്പങ്ങളിൽ ജീവനും ഒരുപക്ഷെ ജീവിതവുമുണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. പ്രായം ഏറുകയാണ് എന്നു കരുതി വെറുതെ ഇരിക്കുകയല്ല ഏറ്റുകൊടുക്ക ശ്രേയസിൽ താമസിക്കുന്ന കൈപ്രത്ത് വിജയൻ മാസ്റ്റർ. 86-ാം വയസ്സിലും പാഴ്വസ്തുക്കൾ കൊണ്ട് ശില്പങ്ങൾ നിർമ്മിക്കുന്നതിൽ വ്യാപൃതനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിൽ നിന്നും പിറവിയെടുക്കുന്ന ശില്പങ്ങളിൽ ജീവനും ഒരുപക്ഷെ ജീവിതവും ഉണ്ടെന്ന് നമുക്ക് തോന്നിയേക്കാം. 35 വർഷത്തെ അധ്യാപന ജോലിയിൽ നിന്നും വിരമിച്ച വിജയൻ മാസ്റ്റർ സർവീസിൽ ഇരിക്കെ തന്നെ കലാപ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു. മികച്ച നാടക പ്രവർത്തകൻ, മേക്കപ്പ് മാൻ, കലാകാരൻ എന്നീ നിലകളിലൊക്കെ പ്രവർത്തിച്ച ഇദ്ദേഹം മികച്ച സ്കൗട്ട് അധ്യാപകൻ കൂടിയായിരുന്നു. 1994 വിരമിച്ച ശേഷം കോവിഡ് കാലത്താണ് പാഴ്വസ്തു ശില്പകലാ നിർമ്മാണത്തിൽ സജീവമായത്. പാഴ്വസ്തുക്കളായ ചിരട്ട, ചകിരി, മരക്കഷ്ണങ്ങൾ എന്നിവ ഉപയോഗിച്ചാണ് പ്രധാനമായും വ്യത്യസ്ത രീതിയിലുള്ള ശില്പങ്ങൾ നിർമ്മിച്ചെടുക്കുന്നത്. അണ്ണാൻ, പൂച്ച, എലി, കാക്ക, കൊക്ക്, പാമ്പ് എന്നിങ്ങനെ നീളുകയാണ് ശില്പങ്ങളുടെ നിര. തെയ്യങ്ങളുടെ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്നതിലും സജീവമാണ് ഇദ്ദേഹം. ക്ഷേത്രങ്ങളിലേക്ക് ആവശ്യമായ വാള്, പരിച, മറ്റു തിരുവായുധങ്ങൾ എന്നിവ മരം ഉപയോഗിച്ച് നിർമ്മിച്ച് നൽകിയിട്ടുണ്ട് വിജയൻ മാസ്റ്റർ.
തെയ്യങ്ങളുടെ തിരുവായുധങ്ങൾ നിർമ്മിക്കുന്നതിൽ 2011 ഫോക്ലോർ അക്കാദമിയുടെ ഗുരുപൂജ അവാർഡ് ഇദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. പ്രശസ്ത ശില്പിയും കഥകളി നാടകാചാര്യനുമായിരുന്ന അച്ഛൻ ഈങ്ങയിൽ ഗോവിന്ദ പൊതുവാളിൽ നിന്നും പാരമ്പര്യമായി ലഭിച്ച കലാവാസന അടുത്ത തലമുറയ്ക്കും ലഭിച്ചിട്ടുണ്ട്. വിശ്രമ സമയങ്ങൾ ഏറ്റവും ആനന്ദകരമായി കൊണ്ടുപോകാൻ ശില്പകല സഹായിക്കുന്നുണ്ട് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. അധ്യാപകനായിരിക്കുന്ന കാലത്ത് തന്നെ എനിക്ക് പലതരത്തിലുള്ള കലാ പരിപാടികളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട്. ശില്പങ്ങൾ, മരം, അതുപോലെ തന്നെ മറ്റ് പാഴ്വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് ഞാൻ ശില്പങ്ങൾ ഉണ്ടാക്കുന്നു. ഏറ്റവും കൂടുതൽ എനിക്ക് സമയം ലഭിച്ചിട്ടുള്ളത് ഈ കോവിഡ് കാലം വന്നതിന് ശേഷമാണ്. ആ കോവിഡ് കാലം ഞാൻ വേണ്ട പോലെ ഉപയോഗിച്ചിട്ടാണ് പുറത്തെവിടെയും പോകാതെ അത് ഏറ്റവും സന്തോഷത്തോടെ ഇരുന്നിട്ട് വീട്ടിലിരുന്നിട്ട് ഉണ്ടാക്കാനൊരു അവസരം ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ തെയ്യത്തിൻ്റെ തിരുവായുധങ്ങളും അതുപോലെ തന്നെ മറ്റു സാധനങ്ങളൊക്കെ ഞാൻ ഉണ്ടാക്കി കൊടുത്തിട്ട് വളരെ ഉപയോഗപ്രദമായിട്ടാണ് പലരും ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഇതുവരെ യാതൊരു കേടും പറ്റാതെ ഇങ്ങനെ ഓരോ ദിക്കിലും ഉണ്ട് എന്നുള്ളതിൽ ഞാൻ സന്തോഷത്തോടുകൂടി തന്നെ അറിയിക്കുകയാണ്. പ്രായവും ആരോഗ്യസ്ഥിതിയും തടസ്സമാവാതെ ഇപ്പോഴും ശില്പകലയിൽ വ്യാപൃതനാണ് വിജയൻ മാസ്റ്റർ. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. മുസ്ലിം ലീഗ് നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിൽ ആയിരങ്ങൾ അണിനിരന്ന ഹരിതാരവം തീർത്തു. കണ്ണൂർ, കോഴിക്കോട് സർവകലാശാലകളിലെ MSF സാരഥികളെയും MSF സംസ്ഥാന പ്രസിഡന്റ് PK നവാസിനെയും വരവേറ്റുകൊണ്ടാണ് ഹരിതാരവം പരിപാടി നടത്തിയത്. കേരള സ്റ്റേറ്റ് ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന് കാലിക്കടവ് മൈതാനിയിൽ തുടക്കമായി. ജില്ലയുടെ വടക്കേ അറ്റമായ മഞ്ചേശ്വരത്തു നിന്നും പതാകയും തെക്കേ അറ്റമായ ഒളവറയിൽ നിന്ന് കൊടിമരവും ആഘോഷമായാണ് കാലിക്കടവിലെ സമ്മേളന നഗരിയിൽ എത്തിച്ചത്. മഞ്ചേശ്വരത്ത് നടന്ന ചടങ്ങിൽ സുകുമാർ കൊപ്പളയ്ക്ക് പതാക കൈമാറി അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. ഒളവറയിൽ മുരളീധരൻ ജവഹറിന് കൊടിമരം കൈമാറി. അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് P രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇരുജാഥകളും പിലിക്കോട് പടുവളത്ത് സംഗമിച്ച് സമ്മേളനം നടക്കുന്ന കാലിക്കടവിലെ V ഷാഹുൽ ഹമീദ് നഗറിലേക്ക് നിരവധി വാഹനങ്ങളുടെയും ചലന ദൃശ്യങ്ങളുടെയും അകമ്പടിയിൽ ഘോഷയാത്രയായി എത്തിച്ചു. തുടർന്ന് സംഘാടക സമിതി ചെയർമാൻ K സുരേന്ദ്രൻ സമ്മേളനത്തിന് തുടക്കമിട്ട് പതാക ഉയർത്തി. സ്റ്റാൾ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം N രാധാകൃഷ്ണൻ നിർവഹിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം ഹയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TV ബാലൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് K സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി KV ഷിബു പ്രസംഗിച്ചു. തുടർന്ന് വിവിധ മേഖലകളുടെ നേതൃത്വത്തിൽ കലാപരിപാടികൾ അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ CATUവിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ തെരുവിലെ ഖാദി കേന്ദ്രത്തിലേക്ക് പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CATU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കണ്ണൂർ ജില്ലാ ഖാദി വർക്കേഴ്സ് യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ കരിവെള്ളൂർ തെരുവിലെ ഖാദി കേന്ദ്രത്തിലേക്ക് ഖാദി തൊഴിലാളികൾ അവകാശ ദിനത്തിന്റെ ഭാഗമായി പ്രകടനവും അവകാശ പത്രിക സമർപ്പണവും ധർണയും സംഘടിപ്പിച്ചു. CITU പയ്യന്നൂർ ഏരിയ സെക്രട്ടറി KK കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടന ഇതിലൂടെ മുന്നോട്ട് വെക്കുക. നമുക്കറിയാം, ഖാദി മേഖല 1956 ഖാദി കമ്മീഷന്റെ കീഴിലാണ് നമ്മുടെ രാജ്യത്ത് പ്രവർത്തിച്ചു വരുന്നത്. 56 മുതൽ ഇവിടെ നിശ്ചയിച്ചിട്ടുള്ള ചട്ടങ്ങളും നിയമങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് ഖാദി കമ്മീഷനിലെ ഓരോ ഖാദി മേഖലയും പ്രവർത്തിച്ചു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം. അത് കാലാകാലങ്ങളിൽ പരിഷ്കരിക്കാൻ ആവശ്യമായിട്ടുള്ള നിലപാടുകൾ ഖാദി കമ്മീഷനും കേന്ദ്ര ഗവൺമെൻറ്റുമാണ് സ്വീകരിക്കേണ്ടത്. അതോടൊപ്പം തന്നെയാണ് ഖാദി മേഖലയിൽ തൊഴിലാളികൾക്ക് മിനിമം കൂലി ദേശീയ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കണമെന്നുള്ളത് ഈ സംഘടനകൾ നിരവധി വർഷങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ്. ഓരോ സംസ്ഥാനത്തും ഓരോ കേന്ദ്രങ്ങളിലും വിവിധ കൂലി നിരക്ക് പ്രഖ്യാപിക്കുന്നൊരു പൊതു സാഹചര്യം.
അവരുടെ ജീവിത സാഹചര്യവുമായി ബന്ധപ്പെട്ട് പൊരുത്തപ്പെടാത്ത കൂലിയാണ് പല മേഖലകളിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ചടങ്ങിൽ ബിന്ദു കെ.വി. അധ്യക്ഷയായി. കേന്ദ്ര ഖാദി കമ്മീഷൻ ചട്ടങ്ങളും നിയമങ്ങളും കാലോചിതമായി പരിഷ്കരിക്കുക, ദേശീയ മിനിമം വേതനം നിശ്ചയിക്കുക, ESI നടപടിക്രമങ്ങൾ ലഘൂകരിച്ച് ആനുകൂല്യങ്ങൾ യഥാസമയം ലഭ്യമാക്കുക എന്നിങ്ങനെ 10ഓളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. CV ദിലീപ്, MV തമ്പാൻ, പ്രിയ PV തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വാണിയില്ലം ക്ഷേത്ര പരിസരത്തു നിന്നാരംഭിച്ച പ്രകടനം കരിവള്ളൂർ ബസാർ ചുറ്റി ഖാദി കേന്ദ്രത്തിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പുറച്ചേരി ആയുഷ്മാൻ ആരോഗ്യ മന്ദിരത്തിനായി നിർമ്മിച്ച പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്തു. M. വിജിൻ MLA ഉദ്ഘാടനം നിർവഹിച്ചു. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പുറച്ചേരി ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ കെട്ടിടോദ്ഘാടനം M. വിജിൻ MLA നിർവഹിച്ചു. പഞ്ചായത്തിന്റെ ഓരോ മേഖലയിലും ആരോഗ്യ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ നമുക്ക് ഒരു പുതിയ കേന്ദ്രം ആവശ്യമായൊരു ഘട്ടം. അതിൻ്റെ ചരിത്രമൊക്കെ ഇവിടെ നീക്കണ്ണ പറഞ്ഞു. നേരത്തെ പുറച്ചേരിയായിരുന്നു. ചില പ്രത്യേക സാഹചര്യത്തിൽ നമുക്ക് അത് മാറ്റേണ്ടി വന്നു. ആ മാറ്റേണ്ടി വന്ന സാഹചര്യത്തിലാണ് ഈ കാരക്കാട് ഇല്ലും ഒക്കെ പരമേശ്വരൻ നമ്പൂതിരിയും അവരുടെ ഒരു നല്ല മനസ്സിൻ്റെ ഭാഗമായി നമുക്ക് അംഗനവാടിക്കും സാംസ്കാരിക നിലയത്തിനും അതോടൊപ്പം തന്നെ ഒരു ആരോഗ്യ കേന്ദ്രത്തിനും സൗജന്യമായി നമുക്ക് സ്ഥലം അനുവദിച്ചു തന്നത്. അപ്പോൾ ആ സ്ഥലത്താണ് നമുക്കിന്ന് ഇത്തരത്തിൽ അഭിമാനപൂർവ്വം പഞ്ചായത്ത് നേരത്തെ ഇവിടെ ഒരു ആരോഗ്യ കേന്ദ്രമുണ്ട്. ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് M. ശ്രീധരൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ മാത്രാടൻ കുഞ്ഞിക്കണ്ണൻ, ചെറുതാഴം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PP രോഹിണി, ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AV രവീന്ദ്രൻ, ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ TV ഉണ്ണികൃഷ്ണൻ, ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PP അംബുജാക്ഷൻ, ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MD സബിത, അഫ്സൽ അൽ അമീൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കിണർമുക്കിൽ നവീകരിച്ച വർക്ക്ഷെഡ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കരിവള്ളൂർ ബെർളം ഗ്രാമപഞ്ചായത്തിലെ കിണർമുക്കിൽ നവീകരിച്ച വർക്ക്ഷെഡ് പ്രവർത്തനം ആരംഭിച്ചു. 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വർക്ക്ഷെഡിന്റെ നിർമ്മാണം. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല ഉദ്ഘാടനം നിർവഹിച്ചു. നിർബന്ധമായും അതിന്റെ പണി നമുക്ക് പൂർത്തീകരിക്കേണ്ടതുണ്ട് എന്ന് പറയുകയും ഇവിടുത്തെ നമ്മുടെ ഹരി മെമ്പർ നിരന്തരമായി ഇടപെടുകയും ചെയ്തു. അപ്പോ അത് മാത്രമല്ല, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ പുരോഗമന പ്രസ്ഥാനങ്ങളും ഈ വർക്ക്ഷെഡ് ഒന്ന് പുതുക്കി പണിത് നല്ല രീതിയിലാക്കണം എന്ന് ഉള്ള നിർദ്ദേശവും ഇതിന്റെ ഭാഗമായി തന്നു. അപ്പൊ ഞങ്ങൾ ഇതിനൊരു ഫണ്ട് നീക്കിവെച്ച് ഇതൊരു ഒന്ന് നവീകരിച്ചെടുക്കണം. ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് MV അപ്പുക്കുട്ടൻ അധ്യക്ഷത വഹിച്ചു. P. പങ്കജാക്ഷി, P. ഹരികുമാർ, K. മധു, രാജേഷ് M തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ശാസ്ത്രോത്സവം ഒക്ടോബർ 17 മുതൽ 20 വരെ 4 ദിവസങ്ങളിലായി ഏച്ചിലാംവയലുള്ള പയ്യന്നൂർ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ വെച്ച് നടക്കും. ശാസ്ത്രോത്സവത്തിന്റെയും പുതുതായി നിർമ്മിച്ച 1ാം നിലയുടെയും ഉദ്ഘാടനം ഒക്ടോബർ 17 വെള്ളിയാഴ്ച TA മധുസൂദനൻ നിർവഹിക്കും. 2025-26 വാർഷിക പദ്ധതിയിൽ ശാസ്ത്ര വിഷയങ്ങളിൽ മികവുയർത്തുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ക്യാമ്പ് സംഘടിപ്പിക്കുന്നതിനായി വിഭാവനം ചെയ്ത പരിപാടിയാണിത്. പണി പൂർത്തീകരിച്ച വാനനിരീക്ഷണ കേന്ദ്രത്തിന്റെ 1ാം നിലയുടെ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടക്കും. ഇതിന്റെ ഭാഗമായി നഗരസഭയിലെ സ്കൂളുകളിൽ നിന്നും തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി 2 ദിവസത്തെ ക്യാമ്പ്, കണ്ണൂർ കാസർഗോഡ് ജില്ലാതല ജ്യോതിശാസ്ത്ര പ്രതിഭാ പുരസ്കാര ജേതാക്കളെ കണ്ടെത്തുന്നതിനു വേണ്ടിയുള്ള ജില്ലാതല ക്വിസ് മത്സരം, സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ മത്സരം, പയ്യന്നൂർ വിദ്യാഭ്യാസ ഉപജില്ലയിലെ LP UP സ്കൂൾ കുട്ടികൾക്കായി ചിത്രരചനാ മത്സരം, ജ്യോതിശാസ്ത്ര ക്ലാസുകൾ, ക്യാമ്പുകൾ, വാനനിരീക്ഷണം, പ്ലാനറ്റേറിയം പ്രദർശനം എന്നിവ സംഘടിപ്പിക്കും. ശാസ്ത്രോത്സവത്തിന്റെയും പുതുതായി പണി കഴിപ്പിച്ച 1ാം നിലയുടെയും ഉദ്ഘാടനം ഒക്ടോബർ 17 വെള്ളിയാഴ്ച വൈകുന്നേരം 5 മണിക്ക് പയ്യന്നൂർ MLA TI മധുസൂദനൻ നിർവഹിക്കും. നഗരസഭാ ചെയർപേഴ്സൺ KV ലളിത അധ്യക്ഷത വഹിക്കും. ISRO റിട്ടയർഡ് ശാസ്ത്രജ്ഞൻ VP ബാലഗംഗാധരൻ മുഖ്യാതിഥിയായിരിക്കും. പരിപാടിയുടെ ഭാഗമായി ഒക്ടോബർ 18 ശനിയാഴ്ച 3 മണിക്ക്
വെള്ളൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ശാസ്ത്രവും ശാസ്ത്രബോധവും എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിക്കും. പ്രസിദ്ധ വാനനിരീക്ഷകനും ഗ്രന്ഥകാരനുമായ പ്രൊഫസർ കെ പാപ്പൂട്ടി ഉദ്ഘാടനം ചെയ്യും. ഒക്ടോബർ 17 വെള്ളിയാഴ്ച ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പും ഒക്ടോബർ 20 തിങ്കളാഴ്ച UP സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ക്യാമ്പും നടക്കും. വാർത്താ സമ്മേളനത്തിൽ KV ലളിത, C ജയ, T വിശ്വനാഥൻ, PV കുഞ്ഞപ്പൻ, PP സമീറ, R മുരളീധരൻ, T മധു, CK ബിന്ദു തുടങ്ങിയവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ. സമാന്തര ഹോട്ടലുകളായി പ്രവർത്തിക്കുന്ന തൃക്കരിപ്പൂർ പഞ്ചായത്തിലെ തട്ടുകടകൾ അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് ഹോട്ടലുകൾ അടച്ചിട്ട് ഹോട്ടലുടമകൾ പ്രത്യക്ഷ സമരത്തിനിറങ്ങുന്നു. ആദ്യഘട്ടമായി ഒക്ടോബർ 17 രാവിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ലൈസൻസോ ഭക്ഷ്യവകുപ്പിന്റെ രജിസ്ട്രേഷനോ പോലുമില്ലാതെ തൃക്കരിപ്പൂരിലും പരിസര പ്രദേശങ്ങളിലും വർദ്ധിച്ചുവരുന്ന തട്ടുകടകൾ ഒഴിവാക്കാൻ പ്രാദേശിക ഭരണകൂടം മുൻകൈയെടുക്കണമെന്നാവശ്യപ്പെട്ടാണ് ഒക്ടോബർ 17 രാവിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ തൃക്കരിപ്പൂർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തുന്നത്. രാവിലെ 10 മണിക്ക് നടക്കുന്ന മാർച്ച് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി ബിജു ചുള്ളിക്കര ഉദ്ഘാടനം ചെയ്യും. ജില്ലാ പ്രസിഡന്റ് നാരായണ പൂജാരി മുഖ്യപ്രഭാഷണം നടത്തും. അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി മുഹമ്മദ് ഗസാലി, വ്യാപാരി സംഘടനകളുടെ നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും. വാർത്താ സമ്മേളനത്തിൽ റഫീഖ് ബൈത്താൻ, മനോജ് നേരിടിൽ, C വിജയൻ, P വിജയൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ് തൃക്കരിപ്പൂർ. കാങ്കോൽ ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ പാനോത്ത് വയോജന സംഗമം സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്തിന്റെ വയോജന സംഗമം കാങ്കോൽ പാനോത്ത് സംഘടിപ്പിച്ചു. 12ാം വാർഡിന്റെ ആഭിമുഖ്യത്തിലാണ് സംഗമം നടന്നത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. അതിന് നേതൃത്വപരമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടുള്ള ആളുകളെയാണ് ഒരു 80 വയസ്സ് കഴിഞ്ഞ ആളുകളെ നമ്മളെല്ലാം ചേർന്ന് ഇവിടെ ഇന്നിപ്പോൾ ആദരിച്ചിട്ടുള്ളത്. 80 വയസ്സ് വരെ അവർ നടത്തിയിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് യാതനയുടെയും വേദനയുടെയും കഷ്ടപ്പാടിൻ്റെയും എല്ലാം വഴിയിലൂടെ നടന്നു പോയിട്ടാണ് 80ാമത്തെ വയസ്സ് പൂർത്തീകരിച്ച് ഈ ചടങ്ങിൽ വെച്ച് ഇങ്ങനൊരു ആദരവ് അവർ ഏറ്റുവാങ്ങുന്നു. വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ പരിപാടി നടത്തുമ്പോൾ തന്നെ. നേരത്തെ ഇവിടെ മത്സരിച്ച് പറഞ്ഞതുപോലെ നേരത്തെ നമ്മൾ ഈ പരിപാടി പഞ്ചായത്തിലായിരുന്നു നടത്തിക്കൊണ്ടിരുന്നത്. ചടങ്ങിൽ വാർഡ് മെമ്പർ PM വത്സല അധ്യക്ഷത വഹിച്ചു. CM വിനയചന്ദ്രൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം M രാഘവൻ 80 വയസ്സ് കഴിഞ്ഞവരെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. ശീതള രാജൻ, N അബ്ദുൽ ഗഫൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് അനിൽ പെരളം, കൃഷ്ണകുമാർ എന്നിവർ നയിച്ച നാട്ടറിവ് പാട്ടുകളും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. മാത്തിൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ കൈകഴുകൽ ദിനാചരണം സംഘടിപ്പിച്ചു. കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ വിവിധ പരിപാടികളോടെ അരങ്ങേറി. സുരക്ഷയ്ക്കായി ഒന്നിക്കുക, നിങ്ങളുടെ കൈകൾ വൃത്തിയാക്കുക എന്ന സന്ദേശം പകർന്നുകൊണ്ട് കാങ്കോൽ ആലപ്പടമ്പ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ ഗ്ലോബൽ ഹാൻഡ് വാഷിംഗ് ഡേ ആചരിച്ചു. കുറുവേലി വിഷ്ണു ശർമ്മ ALP സ്കൂളിൽ കുട്ടികളും ആരോഗ്യ പ്രവർത്തകരും അടങ്ങിയ സംഘം സൂംബ ഡാൻസോടെ പ്രചരണ പരിപാടിക്ക് തുടക്കം കുറിച്ചു. ഹെൽത്ത് ഇൻസ്പെക്ടർ K ഷാജു വിഷയാവതരണം നടത്തി. JHI ജയപ്രകാശ് KT, ഷിജിന PT എന്നിവർ കൈകഴുകൽ രീതി പരിചയപ്പെടുത്തി. ജയലേഖ ടീച്ചർ ചടങ്ങിൽ അധ്യക്ഷയായി. തുടർന്ന് വിവിധ ഓഫീസുകൾ, ബാങ്കുകൾ, വ്യാപാര സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിൽ ബോധവൽക്കരണ സന്ദേശങ്ങൾ നൽകി. നെറ്റ്വർക്ക് ന്യൂസ് കരിവള്ളൂർ. വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.